ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ ഫുൾ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി ആ ഗുണ്ടകളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടി 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 ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറി പറ്റുക കേട്ടോ. ഗുണ്ടകളാണെങ്കിൽ ഇവിടെ തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അന്വേഷിച്ചെടുക്കുകയാണ് ഇവര്. ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പറയുന്നുണ്ട്. ശ്രുതി, നീ ഇവിടുന്ന് പോ. ശ്രുതി, ഇല്ല ഞാൻ പോവില്ല, അശ്വിൻ സാർ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി അശ്വിനും കൂടി ആ കെട്ടിടത്തിന്റെ ഒരു ഒഴിഞ്ഞ കോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ നിന്ന് എല്ലാ സമയത്തും ഇരുട്ടാണ് കേട്ടോ, അത് രാത്രിയാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ ഇതിൽ ഉച്ച സമയത്താണല്ലോ, നല്ല വെട്ടവും പ്രകാശവും ഒക്കെ ഉണ്ട്. അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ ഇങ്ങനെ തോളത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. ശ്രുതി അങ്ങനെ തോളത്തിരുന്നിരുന്ന് ഭയങ്കരമായിട്ട് അന്വേഷിച്ച് വലഞ്ഞ് ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാണ്ട് ശ്രുതി ആകെ തല കറങ്ങി അശ്വിന്റെ ചുമരിലേക്ക് ഇങ്ങനെ വീഴാണ്. അശ്വിൻ കുറെ പ്രാവശ്യം ഇങ്ങനെ വിളിക്കുന്നുണ്ട് ശ്രുതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ശ്രുതി വിളി കേൾക്കുന്നേ ഇല്ല കേട്ടോ. ഹിന്ദിയിൽ ഇങ്ങനെയല്ല, അശ്വിൻ തന്നെ തലക്കടിക്കുകയാണ് ശ്രുതിയുടെ ബോധം പോവാനായിട്ട്. അങ്ങനെ ബോധം പോയ ശ്രുതിനെ അവിടെ ഇരുത്തിയിട്ടാണ് അശ്വിൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ ഇതിൽ ശ്രുതിയുടെ തലക്കൊന്നും അടിക്കുന്നില്ല. ശ്രുതി ബോധം ഓൾറെഡി പോയതാണ്. കാരണം ആ പ്രൊമോയിൽ കാണാൻ സാധിക്കും അവിടെ വടിയോ തടിക്കഷ്ണോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ എന്തായാലും അർണവിനെ പോലെ അശ്വിൻ തലക്കൊന്നും അടിക്കുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ശ്രുതി അവിടെ ബോധം കെട്ട് വീഴുമ്പോഴേക്കും അശ്വിൻ പതുക്കെ ശ്രുതിനെ അവിടെ കിടത്തുവാണ്. കാരണം ഗുണ്ടകൾക്ക് വേണ്ടത് അശ്വിനെ മാത്രമാണ്, ശ്രുതിയുടെ ആവശ്യം അവർക്കില്ല. അതുകൊണ്ട് അശ്വിനെ നന്നായിട്ട് അറിയാം. അശ്വിൻ പോയിട്ട് പിടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അശ്വിനെയും കൊണ്ട് അവിടെ നിന്ന് പോകും. ശ്രുതി ബോധം വരുമ്പോ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോളും. അല്ലെങ്കിലും ആ സ്ഥലത്ത് അങ്ങനെ പെട്ടെന്ന് ആരും വരുന്നൊരു സ്ഥലമല്ല, ശ്രുതി അവിടെ സേഫ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനത്തോടു കൂടി തന്നെ അശ്വിൻ അവിടെ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ മയങ്ങി കിടക്കുന്ന ശ്രുതിനെ പതുക്കെ അവിടെ കിടത്തുവാണ്. അശ്വിൻ പതുക്കെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. കാരണം അശ്വിന് ഒട്ടും തന്നെ ശ്രുതിനെ അവിടെ ഇട്ടിച്ച് പോകാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അതേ അശ്വിനെ മാർഗുള്ളൂ. അതുകൊണ്ട് അശ്വിൻ മരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ശ്രുതി രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അശ്വിൻ അവിടെ നിന്ന് പോകുന്നത്. നേരെ ഗുണ്ടകളുടെ അടുത്തേക്ക് തന്നെ ചാടിപ്പോയി വീഴുവാണ് അശ്വിൻ. അങ്ങനെ ഗുണ്ടകൾ പറഞ്ഞിട്ട്, ആഹാ നീ ഞങ്ങളുടെ കയ്യിൽ രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിച്ചോടാ, നീ ഒരിക്കലും രക്ഷപ്പെടില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെയും കൊണ്ട് പോകുവാട്ടോ. അങ്ങനെ അശ്വിൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് ശ്യാമിനോട് ഈ ഗുണ്ടകൾ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ ശ്യാം എന്താ പറയുക, അവനെ മാക്സിമം അടിച്ച് തല്ലി ശരിപ്പെടുത്താൻ വേണ്ടി പറയാണ്. അങ്ങനെ അശ്വിന്റെ വായിൽ ഒരു കറുത്ത തുണി വെച്ച് കെട്ടുവാണ്. അത് ഒച്ചയും ബഹളമൊന്നും ഇല്ലാതിരിക്കാൻ. പിന്നെ കൈയും കെട്ടുന്നുണ്ട്. അവര് മാറി മാറി അശ്വിന് ഇളവും വലവും ഒക്കെ എന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കട്ടെ. അശ്വിന് ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. കാരണം അശ്വിൻ അത്ര ക്ഷീണിച്ചും കൂടിയാണ് ഇരിക്കുന്നത്. അശ്വിന്റെ വസ്ത്രങ്ങളൊക്കെ കീറിപ്പോകും. അതേസമയം ശ്രുതി ആണെങ്കിൽ ബോധം വരുമ്പോഴേക്കും പതുക്കെ എഴുന്നേക്കിട്ട് നോക്കുമ്പോൾ അടുത്ത അശ്വിൻ ഇല്ല കേട്ടോ. ശ്രുതി അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അശ്വിനെ കാണുന്നില്ല. ശ്രുതിക്ക് കാര്യം മനസ്സിലായി. തന്നെ ഇവിടെ നിർത്തിയതിനു ശേഷം അശ്വിൻ അവരുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് തന്നെ രക്ഷപ്പെടുത്താനായിട്ടെന്ന് പറഞ്ഞിട്ട്. അശ്വിനെ ആലോചിച്ച് ശ്രുതി അവിടെ നിന്ന് പൊട്ടിക്കരയാട്ടോ. എന്ത് ചെയ്യും, ആരോട് ഈ കാര്യം പറയും, ഒരു നിവർത്തിയില്ല. മനോരമാന്റെ അടുത്ത് പറയാനും പറ്റില്ല. കാരണം മനോരമാന്റെ ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. അവർക്ക് ഇവിടെ വരാനും എത്തിപ്പെടാനൊക്കെ ഒരുപാട് അസൗകര്യങ്ങളും ഒരുപാട് കടമ്പകളൊക്കെ കടക്കേണ്ടി വരും. അവർക്ക് ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് സച്ചിനെ വിളിക്കുകയാണ്. അങ്ങനെ ചെമ്പനീർപ്പൂവിലെ സച്ചിനെ വിളിക്കാട്ടോ ശ്രുതി. ഹലോ, ശ്രുതി, സച്ചിയേട്ടാ ഇത് ഞാനാ ശ്രുതി. എനിക്ക് മനസ്സിലായി ശ്രുതി, എന്താ സ്വരമൊക്കെ വല്ലാതിരിക്കണത്, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോ, ഇല്ല ഞാൻ ഒട്ടും ഓക്കെ അല്ല. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ എവിടെയാണെന്നും എനിക്കറിയില്ല സച്ചിയേട്ടാ. ഞാൻ അശ്വിൻ സാറിനെ കണ്ടു. അശ്വിൻ സാറിന് ഇങ്ങനെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയിരിക്കുക. പക്ഷെ ആരുടെ ഗുണ്ടകളാണ്, എവിടത്തെ ഗുണ്ടകളാണ്, ആര് പറഞ്ഞു വെച്ച ഗുണ്ടകളാണെന്ന് ഇപ്പോഴും ശ്രുതിക്കും അശ്വിനും അറിയില്ല കേട്ടോ. അതുകൊണ്ട് സച്ചിയെടുത്ത് പറഞ്ഞു ഗുണ്ടകളാണ് പിടിച്ചോണ്ട് പോയത് എന്ന രീതിയിലാണ് പറയണത്. അപ്പൊ ശ്രുതിയുടെ അശ്വിൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ ശ്രുതി സച്ചിയോട് പറയണ. കേട്ട പാതി കേൾക്കാത്ത പാതി സച്ചി ആ ഒരു ഓട്ടോ ഒക്കെ നിർത്തിയിട്ട് ശ്രുതിനെ രക്ഷിക്കാൻ വേണ്ടി ഓടി അങ്ങോട്ട് വരുക കേട്ടോ. അതേസമയം മനോരമയാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെയും കാത്ത് ഇങ്ങനെ വീട്ടിലിരിക്കും. ഈശ്വര, അവളെ കാണുന്നില്ലല്ലോ, അവളിത് എവിടെ പോയി, ഒരു ഈശ്വര എനിക്കൊരു സമാധാനം ഇല്ല. ഇനി ഗുണ്ടകളുടെ കയ്യിൽ അങ്ങനെ അവള് പോയി പെട്ടോ, അവളെ അവർ പിടിച്ചോണ്ട് പോയോ, അയ്യോ വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു, ഈ അന്വേഷണോ ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടായിരുന്നു. ഇനി അവൾക്ക് എന്തിനും പറ്റുമോ എന്തോ. ഇപ്പൊ അതായി ഒരു ടെൻഷൻ. എന്റെ ദൈവമേ, ഇരുട്ടാവണ മുമ്പ് അവളൊന്ന് വന്നാ മതിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മനോരമ. അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. മനോരമ, നിനക്ക് എന്താ വല്ലാതെ ടെൻഷൻ പോലെ? ഒന്നുമില്ല എന്ന് പറയാണ്. അല്ല, എന്തോ ടെൻഷൻ നിനക്ക് ഉണ്ടല്ലോ, എന്താ മനോരമ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ അമ്മയോ, ഒരു പ്രശ്നവും ഇല്ല അമ്മേ. എന്റെ ആ പൊന്നമ്മേ, ഞാൻ ഒരേ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്യൂട്ടി പാർലറിൽ നീ ഇപ്പൊ ഇന്ന് പോണോ നാളെ പോണോന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. നീ 2 ദിവസം മുമ്പല്ലേ മനോരമ പോയത്? നേരത്തെ പിന്നെയും പോയാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മേ. നിന്റെ ഒരു കാര്യം, അല്ലെങ്കിൽ നിനക്ക് ആലോചിക്കാൻ അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകാണ്. മനോരമ വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈശ്വര, ശ്രുതി ഒന്ന് വരണേ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശ്യാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. ഈ ശ്രുതിക്ക് എന്തോ മാറ്റമുണ്ട്. എന്താണത്? ഇനി അവൾ അശ്വിനെ കുറിച്ച് അതിൽ അറിഞ്ഞോ? ഞാനാണ് അശ്വിനെ തട്ടിക്കൊണ്ടുപോയ സത്യം അവൾ അറിഞ്ഞോ? ഡോക്യുമെന്റ് അവൾ കണ്ടു കാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പടി മുന്നേ ശ്യാം എറിയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അഞ്ജലിനെ വിളിക്കുന്നുണ്ട്. രാജകുമാരി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ ശ്യാമേട്ടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ശ്യാമേട്ടാ? നമ്മുടെ ശ്രുതിക്ക് എന്തോ വലിയ മാറ്റങ്ങളുണ്ട് അഞ്ജലി ബേബി എന്ന് പറയാണ്.
മാറ്റോ? എന്ത് മാറ്റം? അല്ല, അശ്വിൻ ലണ്ടനിലേക്ക് പോയിരിക്കുകയാണല്ലോ. അപ്പൊ ആ സമയത്ത് ശ്രുതിക്ക് എന്തോ ഒരു ചുറ്റുകളി ഉണ്ടോന്ന് സംശയം. ചുറ്റുകളിയോ? ശ്യാമേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ ശ്രുതിനെ കുറിച്ച് തന്നെയാണോ ശ്യാമേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതേ, ശ്രുതിനെ കുറിച്ച് തന്നെയാണ്. അല്ല, എന്റെ വക്കീൽ ബുദ്ധിയിൽ തോന്നിയതാണോന്ന് അറിയില്ല. നിന്റെ ഒരു കണ്ണ് വേണം, അല്ലെങ്കിൽ അശ്വിൻ വരുമ്പോഴേക്കും ചിലപ്പോൾ ശ്രുതി പോയെന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിനെ ഒരു മോശക്കാരി ആക്കിയിട്ട് അഞ്ജലി എടുത്ത് പറയാണ്. പക്ഷെ അഞ്ജലി അത് വിശ്വസിക്കൊന്നുമില്ല കേട്ടോ. നാളെ അങ്ങനെയൊക്കെ അഞ്ജലി കേട്ടോരിക്കുന്നുണ്ടെങ്കിലും അഞ്ജലി അത് വിശ്വസിക്കത്തൊന്നുമില്ല. അങ്ങനെ സച്ചി വരുന്നുണ്ട് ശ്രുതിയുടെ അടുത്തേക്ക്. അതിനുശേഷം അവരുടെ അടുത്ത് ശ്രുതിയുടെ അടുത്ത് ചോദിക്കേണ്ട എന്താ സംഭവിച്ചത്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയാണ് ശ്രുതിയും അശ്വിനും കൂടി ആ ഒരു അശ്വിനെ കെട്ടിയിട്ടേക്കണ സ്ഥലം ഭയങ്കര കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുക കേട്ടോ. ഹിന്ദിയിൽ ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട് ഈ ഭാഗങ്ങളൊക്കെ. ഇതിൽ പെട്ടെന്ന് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഹിന്ദിയിൽ എങ്ങനെയാ വെച്ചാല് ശ്രുതിയും ശ്രുതിയും മനോരമയും കൂടിയിട്ടാണ് വീണ്ടും ആ കയ്യിലിട്ട ടാറ്റു ഉണ്ടല്ലോ, അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിക്കുകയാണ്. ചിലപ്പോൾ സച്ചിയുടെ കൂടെയും പോയി അന്വേഷിക്കുമായിരിക്കും. എന്തായാലും അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുന്നത്, ഈ ടാറ്റു സെന്ററിലൊക്കെ പോയി അന്വേഷിക്കുകയാണ്. ഈ അടുത്ത് എവിടെയെങ്ങാനും ഇങ്ങനത്തെ ടാറ്റു ചെയ്തിട്ടുണ്ട് ആൾക്കാരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്, ഈ മനോരമാന്റിക്ക് ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്ഥലത്തെ ടാറ്റു ഡിസൈനൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഒരു ടാറ്റു സെന്ററിൽ കയറും, അവിടെ അങ്ങനത്തെ ഒരു ടാറ്റു ഡിസൈൻ ഇല്ല. വേറൊരു ടാറ്റു സെന്ററിൽ കയറുമ്പോൾ അവിടെ ചെയ്തേക്കുന്ന ആൾക്കാരുടെ ടാറ്റു ചെയ്തേക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഇമേജസ്, അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ശ്രുതിയും മനോരമയും കൂടി കണ്ടുപിടിക്കണത്. ഇയാളുടെ കയ്യിലെ ടാറ്റു ഒട്ടിച്ച ആളുടെ കയ്യിലെ അഡ്രസ്സ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ അശ്വിനെ അങ്ങനെ കെട്ടിയിട്ടേക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി, മാർഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോകുമ്പോൾ അയാളുടെ വീട്ടിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതായത് അശ്വിൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ള സത്യം ശ്രുതി കണ്ടുപിടിക്കുന്നത് ഈ ഇങ്ങേരുടെ വീട്ടിൽ നിന്നാണ് ശരിക്കും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാനാണ് ചാൻസ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഫുൾ ആയിട്ട് ഇനി പറയുന്നില്ല. എന്തായാലും നാളെ സച്ചിനെ വിളിക്കുന്നുണ്ട്. സച്ചിയും ശ്രുതിയും കൂടി അശ്വിനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അശ്വിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അശ്വിനെയും ശ്രുതിനെ തിരിച്ച് സായറാം കുടുംബത്തിലേക്ക് കൊണ്ടാക്കാണ്. പക്ഷെ അപ്പോഴും അശ്വിനെ വിശ്വാസമില്ല ഇതിന്റെ പേര് ശ്യാമാണെന്ന്. പക്ഷെ ശ്രുതിക്ക് മനസ്സിലാവും ശ്യാമാണ് ഇതിന് പിന്നിലെന്ന് അശ്വിനോട് ശ്രുതി പറയുന്നുണ്ടെങ്കിലും അശ്വിൻ അത് വിശ്വസിക്കില്ല. പക്ഷെ വീട്ടിൽ പോയി കഴിയുമ്പോഴേക്കുമാണ് മനസ്സിലാവണത് ഈ ശ്യാം തന്നെയാണ് ഇതിന് പുറകെ വന്നത്. കാരണം ശ്യാം ഒരു അതിബുദ്ധി കാണിക്കും. ഇവര് വന്നെ മുമ്പേ തലയിൽ ഇങ്ങനെ കെട്ടും, അതുപോലത്തെ കയ്യിൽ കെട്ടും, അങ്ങനെ ആക്സിഡന്റ് പറ്റിയെന്ന രീതിയിലേക്ക് വീട്ടിലേക്ക് വരും. അപ്പൊ ഇവരിങ്ങനെ അടിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അതായത് ഈ അശ്വിൻ ഈ ശ്യാമിനെ കാണുന്നുണ്ട്, ഈ ഗുണ്ടകളുടെ കൂട്ടത്തിൽ കാണുന്നുണ്ടെങ്കിലും എപ്പോഴും ഇരുട്ടിലാണ് ശ്യാം നിൽക്കുന്നത്. അതുകൊണ്ട് ശ്യാമാണെന്ന് അശ്വിനെ മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരുപാട് അടിക്കുന്നുണ്ട് ശ്യാമിനെ. അതാണ് ഈ മുറിവുകളൊക്കെ പറ്റുന്നത് കേട്ടോ. എന്തായാലും ശ്യാമിന്റെ കള്ളത്തരം അടുത്ത ആഴ്ച പൊളിയുന്നുണ്ട്. അപ്പൊ ഓൾറെഡി അതിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശ്യാമിന്റെ മുഖത്ത് അശ്വിൻ അടിക്കുന്ന പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. അത് പോസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ, ഇമേജ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുടെ തമ്മിലായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അടിപൊളി ഭാഗമാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.